2003 പുറത്തിറങ്ങിയ ഫൈൻഡിങ് നീമോ എന്ന ഫേമസ് ആയ ആനിമേഷൻ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ഫൈൻഡിങ് ഡോറി. ഡോറിയുടെ യാത്രകളും നീമോയും അച്ഛനും കൂടി അതിന്റെ പിന്നാലെ പോകുന്നതുമായ കഥ പറയുന്ന 2016 പുറത്തിറങ്ങിയ ഫൈൻഡിങ് ഡോറി എന്ന ഈ സിനിമയാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനു മുൻപേ ഇറങ്ങിയ ഫൈൻഡിങ് നീമോ എന്ന സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. അത് കണ്ടാൽ ക്യാരക്ടേഴ്സിനെയും ഇതിനു മുന്നേ നടന്ന സംഭവങ്ങളും കൃത്യമായി മനസ്സിലാവും. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഡോറിയുടെ കുട്ടിക്കാലമാണ്. അവൾ അമ്മയോടും അച്ഛനോടുമൊപ്പം ഒളിച്ചു കളിക്കുകയാണ്. മോളിനെ എണ്ണിയിട്ട് നമ്മളെ വന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ഒളിക്കുകയും അങ്ങനെ അവൾ 10 വരെ എണ്ണിക്കഴിഞ്ഞ ശേഷം ഒളിച്ചു കളിക്കുന്ന കാര്യമൊക്കെ മറന്നു പോവുകയും ഇതിനിടെ മുന്നിൽ കുട്ടികൾ കളിക്കുന്ന കണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അവർ ഓടിച്ചെന്ന് തടഞ്ഞു നിർത്തുകയും മോളെ അങ്ങോട്ടൊന്നും പോവല്ലേ, അവിടെ അടിയൊഴുക്കുള്ളതാണ്, അവിടെ പെട്ടുപോയാൽ മോൾ ഒഴിവി അങ്ങ് പോകും, അതുപോലെ മോള് പുറത്തുള്ള കുട്ടികളുടെ അടുത്തൊന്നും പോയി കളിക്കരുത്, അച്ഛന്റെ അമ്മയുടെയും കൂടെ എത്ര വേണമെങ്കിലും കളിച്ചോ, മോക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉള്ളതാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മോള് നമ്മളെയൊക്കെ മറന്ന് എങ്ങോട്ടെങ്കിലും പോയി കളയും, അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ വേണമെന്നൊക്കെ അവർ പറയുന്നു. യഥാർത്ഥത്തിൽ അവൾക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉള്ളത് കൊണ്ട് പുറത്തേക്ക് പോയാൽ അപകടം പറ്റുമെന്നുള്ളതിനാൽ അമ്മയും അച്ഛനും എങ്ങും വിടാറില്ല, അവരോടൊപ്പം തന്നെയാണ് എപ്പോഴും നിർത്തുന്നത്. ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ്. പിന്നീട് 2 മീനുകൾ അതുവഴി പൊക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു കുട്ടി കരയുന്നത് കേട്ട് അത് എവിടെ നിന്നാണ് ശബ്ദമെന്ന് പറഞ്ഞ് അവർ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഡോറി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. എന്ത് പറ്റി മോളെ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് മറന്നുപോയി, എനിക്ക് അച്ഛനും അമ്മയും എവിടെയാണെന്ന് അറിയില്ല, അവരുടെ പേര് പോലും ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നും അറിയില്ലേ, അതെന്ത് പറ്റി, പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് എന്ന രോഗമുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും അച്ഛനും അമ്മയും ആരാണെന്നും അവരുടെ പേരും ഒന്നും എനിക്ക് അറിയാൻ വയ്യെന്ന് അവൾ പറയുമ്പോൾ ആ മീനുകൾ മാറി നിന്ന് സംസാരിക്കുകയും അതിന് വഴിതെറ്റി വന്നതാണ്, നമുക്കെന്തായാലും കുട്ടികളില്ലല്ലോ, അതിനെ നമ്മുടെ കുഞ്ഞായി വളർത്തിയാലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണാനില്ല. യഥാർത്ഥത്തിൽ ഡോറി ഇപ്പോ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് വിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തിരിച്ചു പോകാനുള്ള വഴിയും അറിയില്ല, അച്ഛനും അമ്മയും ആരാണെന്നും ഓർമ്മയില്ല. അങ്ങനെ അവൾ അവരെ അന്വേഷിച്ച് പല മീനുകളോടും ചോദിക്കുകയും എന്റെ അച്ഛനെയും അമ്മയും അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമെങ്കിലും ആരും അവളെ സഹായിക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങളോളവും മാസങ്ങളോളവും അവൾ പലരോടും അച്ഛനെയും അമ്മയും പറ്റി ചോദിച്ചു നടക്കുന്നു. എന്നാൽ നാളുകൾ കഴിയുന്നതിനനുസരിച്ച് അവൾ വളരുകയും പിന്നീട് അവൾ ആരെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നതെന്ന് വരെ അവൾ മറന്നുപോകുന്നു. ഇപ്പോ എന്തിനു തേടിയാണ് നടക്കുന്നതെന്നും ഒന്നും അവൾക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുകളിൽ നിന്ന് ഒരു ബോട്ട് പോകുന്നതായി കാണുന്നതും ആരുടെയോ ഒരു ശബ്ദം കേൾക്കുന്നതും. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൾ പോകുമ്പോഴേക്കും അവൾ മാർലിനുമായി കൂട്ടിയിടിച്ച് മറിഞ്ഞു വീഴുന്നു. ഇവിടെ വെച്ചാണ് ആദ്യ ഭാഗത്തുള്ള സിനിമയിൽ അവർ ആദ്യമായി കണ്ടുമുട്ടുന്നത്. എന്താണ് പറ്റിയെന്ന് അവൾ ചെന്ന് ചോദിക്കുമ്പോൾ എന്റെ മകൻ എന്നെ വിട്ടു പോയെന്ന് പറഞ്ഞ് മാർലിൻ അവനെ തേടി പോകാൻ നോക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും നീമോയുടെ പിറകെ പോകുന്നു. അങ്ങനെ ആദ്യ സിനിമയിൽ നടന്ന സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ 1 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഡോറിയും നീമോയും മാർലിനും കൂടി നേരെ നീമോയുടെ സ്കൂളിലേക്ക് പോവുകയാണ്. നിന്നെ തേടിയുള്ള നമ്മുടെ മുമ്പത്തെ യാത്ര ഭീകരമായിരുന്നു എന്നും അതിലെ ആ 3 സ്രാവുകളായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായതെന്നുമൊക്കെ പറഞ്ഞ് അവർ പോവുകയും അങ്ങനെ നേരെ അവന്റെ മാഷിന്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠനയാത്ര പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് വലിയ ഇഷ്ടമാണെന്ന് ഡോറി പറയുകയും ഉടൻ മാർലിൻ അവളെ വിളിച്ചു മാറ്റി നിർത്തിയിട്ട് നീ അതിന് പോകണ്ട, കുട്ടികൾ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ അതെന്താ ഞാൻ പോയാലെന്ന് അവൾ ചോദിക്കുകയും നിനക്ക് എപ്പോഴും മറവിയുള്ളതല്ലേ, നീ അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ മറന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും, നിന്നെ നോക്കാൻ സാറിന് സമയം കിട്ടിയെന്ന് വരില്ല, അദ്ദേഹത്തിന് കുട്ടികളെ നോക്കേണ്ടതല്ലേ, അതുകൊണ്ട് നീ പോവരുതെന്നൊക്കെ പറയുമ്പോൾ ഇല്ലില്ല അതൊന്നും കുഴപ്പമില്ല, എനിക്ക് പോകണം, ഞാൻ എങ്ങോട്ടും വഴിതെറ്റി പോവില്ല, മാഷിന്റെ സഹായിയായിട്ട് കൂടെ തന്നെ നിന്നോളാമെന്ന് പറയുകയും എങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് മാർലിൻ അവിടെ നിന്ന് പോവുകയും ഡോറി മാഷിന്റെ സഹായിയായി അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. ഇന്ന് എന്നെ പോലുള്ള തിരണ്ടികൾ ഒരുമിച്ച് കൂട്ടത്തോടെ ദേശാടനം നടത്തി പോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവരെന്തിനാണ് ദേശാടനം നടത്തുന്നതെന്ന് ചോദിക്കുകയും അവർ പല സ്ഥലങ്ങളിലേക്ക് കൂട്ടത്തോടെ യാത്ര ചെയ്യും, തിരിച്ച് വീട്ടിലേക്കും കൂട്ടത്തോടെ പോകും. നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഓരോരുത്തരും അവരവരുടെ വീട് എവിടെയാണെന്ന് പറയുകയും ഇതിനിടെ നിന്റെ വീട് എവിടെയാ ഡോറി എന്ന് അവരിൽ ഒരാൾ ചോദിക്കുമ്പോൾ അയ്യോ എന്റെ വീടോ, ശരിയാ എനിക്കൊരു വീടുണ്ടല്ലോ, പക്ഷെ ഞാനത് മറന്നുപോയി കേട്ടോ, എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ട്, എന്റെ വീടും കുടുംബവും ഒക്കെ ഞാൻ മറന്നുപോയെന്ന് അവൾ പറയുന്നു. ശരി ഇനി എന്തായാലും നമുക്ക് തിരണ്ടികളുടെ ദേശാടനം കാണാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരെ അവിടെ നിന്ന് ദൂരേക്ക് പോവുകയും ഒരു സ്ഥലത്ത് ചെന്ന് നിന്ന ശേഷം എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തോ, നമ്മുടെ പുറകിലുള്ള ഈ വഴിയിലൂടെയാണ് അവരെല്ലാം പോകുന്നത്, പക്ഷേ ശ്രദ്ധിക്കണം നിങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് മാറരുത്, കാരണം അവറ്റകൾ കൂട്ടത്തോടെ വരുമ്പോൾ ചിറകടിയും സ്പീഡും കാരണം നല്ല അടിയൊഴുക്കുണ്ടാവും, ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളും അതിൽപ്പെട്ടു പോകുമെന്നൊക്കെ പറയുമ്പോൾ അടിയൊഴുക്കോ, അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോറി ഒന്ന് തിരിഞ്ഞു നോക്കുകയും അമ്മയും അച്ഛനും അങ്ങനെ എന്തോ വാക്ക് പറഞ്ഞിട്ടുള്ളത് പോലെയൊക്കെ അവൾക്ക് ഓർമ്മ വരികയും ചെയ്യുന്നു. അപ്പോഴേക്കും ദൂരെ നിന്നും തിരണ്ടികൾ കൂട്ടത്തോടെ അവിടേക്ക് വരികയും അവറ്റകൾ വളരെ വേഗത്തിൽ കൂട്ടമായി അതുവഴി പാസ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഈ കാഴ്ച അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവർക്കും ഇത് കണ്ട് വളരെയേറെ സന്തോഷമാവുന്നു. എന്നാലും അടിയൊഴുക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ അവൾ ഓർത്തുകൊണ്ടിരിക്കുന്നതിനിടെ തിരണ്ടികൾ വന്ന് അവളെ തട്ടുകയും അതിനോടൊപ്പം അവൾ തേറിച്ചങ്ങ് പോവുകയും ചെയ്യുന്നു. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം
അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവളാണെങ്കിൽ ജുവൽ ഓഫ് മോറോ കാലിഫോർണിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്റെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. എനിക്കൊരു അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷെ അതൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ മറ്റവർ കൂടെ ചെല്ലുകയും ഞാൻ എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ജുവൽ ഓഫ് മോറോ കാലിഫോർണിയ എന്നാണ് നീ പറഞ്ഞതെന്ന് പറയുകയും പെട്ടെന്ന് പഴയ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയും അയ്യോ അതെന്റെ കുടുംബമുള്ള സ്ഥലമാണ്, എനിക്ക് അച്ഛനെയും അമ്മയും ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ അപ്പൊ തന്നെ അവരെ തേടി അവിടുന്ന് പാഞ്ഞു പോവുകയും ആ പവിഴപ്പുറ്റുകളുടെ ഇടയിൽ നിന്ന് നേരെ കടലിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഉടൻ മാർലിനും നീമോയും കൂടെ ചെല്ലുകയും നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും അവളെ വലിച്ചെടുത്ത് തിരിച്ചുകൊണ്ടുവരികയും അങ്ങോട്ട് പോവരുത്, നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, ഈ പവിഴപ്പുറ്റു വിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, അവിടെ വലിയ അപകടങ്ങളാണ്, കഴിഞ്ഞ തവണ പോയപ്പോൾ നമുക്ക് അറിയാവുന്നതല്ലേ, ഇനി നമ്മൾ ഒരിക്കലും ഇവിടം വിട്ട് കടലിലേക്ക് പോകരുത്, വലിയ അപകടമാണെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും പക്ഷെ എനിക്കതിന് കഴിയില്ല, എന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, എത്ര വർഷമായി ഞാൻ എന്റെ കുടുംബത്തെ കണ്ടിട്ട്, സത്യത്തിൽ ഞാൻ അവരെ മറന്നു വരെ പോയി, ഇപ്പോ അവരെ ഓർമ്മ വന്നു, അവരുള്ള സ്ഥലവും ഏകദേശം എനിക്ക് പിടികിട്ടി, എന്നിട്ടും ഞാൻ അവരെ തേടി പോകാതെ ഇവിടെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല, അമ്മയും അച്ഛനെയും വിട്ടുപോയാൽ എത്രത്തോളം വിഷമം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ നീമോയെ നോക്കിയിട്ട് അതെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും അവരെ കണ്ടുപിടിച്ചേ പറ്റൂ, പക്ഷെ അതെനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ഞാൻ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ കാര്യങ്ങളെല്ലാം മറന്നുപോകും, അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് അവൾ പറയുകയും ശരി അങ്ങോട്ട് പോകാനുള്ള വഴി എന്തായാലും എനിക്കറിയില്ല, പക്ഷെ സഹായിക്കുന്ന ആളിനെ എനിക്കറിയാമെന്ന് പറയുകയും അങ്ങനെ അവർ കഴിഞ്ഞ തവണ പോയതുപോലെ കടലാമകളുടെ പുറത്തു കയറി വെള്ളത്തിന്റെ അടിയൊഴുക്കിനനുസരിച്ച് കാലിഫോർണിയയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. ഡോറിയും നീമോയും കുട്ടികളോടൊക്കെ സംസാരിച്ച് എൻജോയ് ചെയ്താണ് പൊക്കൊണ്ടിരിക്കുന്നതെങ്കിലും മാർലിനാണെങ്കിൽ ആകെ കിളിപോയി തല കറങ്ങിയാണ് പോകുന്നത്. നിനക്ക് അമ്മയും അച്ഛനും എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ള മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഓർമ്മയില്ല, മിക്കവാറും അവർ നീല നിറത്തിൽ എന്നെ പോലെ തന്നെ ആയിരിക്കും, എന്തായാലും കണ്ടാൽ മനസ്സിലാവും നമ്മളൊക്കെ ഒരേ കുടുംബമല്ലേ എന്ന് പറയുകയും നിങ്ങൾ പറഞ്ഞ മോറോബേ കാലിഫോർണിയ എത്താറായെന്നും ഇവിടെ ഇറങ്ങിക്കൊള്ളാനും പറഞ്ഞുകൊണ്ട് അവരെ നേരെ എക്സിറ്റ് എടുക്കുകയും അവർ ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മാർലിന്റെ തല കറങ്ങി ആകെ പഞ്ചറായിരിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ്. കാലിഫോർണിയയിൽ എത്തിയത് കൊണ്ട് തന്നെ ഡോറി അവരുടെ അമ്മയെയും അച്ഛനെയും ഉറക്കെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഇരുട്ടുള്ള ആ സ്ഥലത്തേക്ക് കയറി ഉറക്കെ വിളിക്കുമ്പോൾ ചില ജീവികൾ ചാടി എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഡോറിക്ക് പണ്ടെപ്പോഴോ അമ്മയും അച്ഛനെയും നഷ്ടമായപ്പോൾ ഇതുപോലെ കരഞ്ഞു നടന്നതും അപ്പോഴും ഇതേ ജീവികൾ ശബ്ദമുണ്ടാക്കാതെ ഇരിക്കാൻ പറഞ്ഞതായിട്ടുമൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നു. ഇതോടെ ഇവിടെ എവിടെയെങ്കിലും തന്നെ അച്ഛനും അമ്മയും ഉണ്ടെന്ന് വിചാരിച്ച് വീണ്ടും അവൾ അമ്മയെയും അച്ഛനെയും ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും വീണ്ടും മറ്റേ ജീവികൾ മിണ്ടാതിരിക്കാൻ പറയുന്നത് കേട്ട് ശബ്ദമുണ്ടാക്കാതിരിക്കും ഡോറി, ഇവരെല്ലാം മിണ്ടാതിരിക്കാൻ പറയാൻ എന്തോ കാരണമുണ്ട്, ഇവിടെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്, നീ അലറി വിളിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന എന്തിനെങ്കിലും നമ്മൾ ഉണർത്തും എന്നൊക്കെ മാർലിൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം അവന്റെ പിന്നിൽ നിന്ന് ഉണർന്നു വരികയും ഇത് കണ്ട് എല്ലാവരും പേടിക്കുമ്പോൾ നീ പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്ന ആ സാധനം നിന്റെ പിറകിൽ നിൽക്കുന്നത് പോലെ ഉള്ളതാണോ എന്ന് ചോദിക്കുകയും ഇത് കണ്ട് അവർ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പിറകിൽ ഭീകരനായ ഒരു രാക്ഷസ നീരാളി നിൽക്കുന്നത് കണ്ട് അവർ അപ്പോൾ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് പാഞ്ഞു പോവുകയും ആ ജീവി അവരുടെ പിറകെ ചെല്ലുകയും ചെയ്യുന്നു. ഇതിനിടെ ഡോറിയുടെ ദേഹത്ത് ഒരു വല കുടുങ്ങി അതിൽ നീമോയും മാർലിനും കുടുങ്ങിക്കിടക്കുകയും അവർ അവളോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവിടെയുള്ള ഒരു ഷിപ്പിന്റെ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ആ ജീവി കുടുങ്ങുകയും ആ കണ്ടെയ്നറിനോടൊപ്പം അത് താഴേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഒരു കൈ കൊണ്ട് അത് ചാടി നീമോയെ പിടിക്കുകയും ഇത് കണ്ട് അവനെ രക്ഷിക്കാനായി മറ്റവർ ചെന്ന് അതിന്റെ കയ്യിൽ നിന്ന് അവന് വേണ്ടി പിടിയും വലിയും കൂടുകയും ചെയ്യുന്നു. എന്നാൽ അതാണെങ്കിൽ അവനെ തിന്നാനായി വായുടെ അടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കണ്ടെയ്നർ താഴെ വന്ന് ഇടിച്ചു വീണ് ആ ജീവി അതിന്റെ അടിയിലാവുകയും അവർ രക്ഷപ്പെട്ട് തെറിച്ചു പോവുകയും ഇതോടെ ഡോറി വളരെ വേഗത്തിൽ പാഞ്ഞു പോവുകയും അവരെയും കൊണ്ട് നേരെ ചെന്ന് പാഞ്ഞ് ഒരിടത്ത് ചെന്ന് ഇടിച്ച് പഞ്ചറാവുകയും ചെയ്യുന്നു. ഇതോടെ ഡോറി എങ്ങനെയെങ്കിലും റെഡിയായി തിരിഞ്ഞു നോക്കുമ്പോൾ നീമോയുടെ തലയൊക്കെ പോയി വയ്യാതെ ഇരിക്കുകയാണ്. അയ്യോ നിനക്കെന്തെങ്കിലും പറ്റുമോ മോനെ എന്നൊക്കെ പറഞ്ഞ് അവൾ അതിന്റെ ഇടയിൽ ശല്യം ചെയ്യുമ്പോൾ മാർലിൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഒന്ന് അടങ്ങിയിരുന്നേ, അതിൽ ചെന്ന് ഇടിച്ച് അവന്റെ തല പോയിരിക്കുക, നീ ഇവിടെ കിടന്ന് ശല്യം ഉണ്ടാക്കരുത്, നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മൂലയ്ക്ക് അങ്ങനെ മാറിയിരുന്ന് ഇതെല്ലാം മറന്നുകള, നിന്നെ കൊണ്ട് അതിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ മാർലിൻ പറയുന്നത് കേട്ട് അവൾക്ക് വിഷമമാവുകയും നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് മറക്കാൻ മാത്രമേ പറ്റുള്ളൂ, എന്റെ കുടുംബത്തെ കണ്ടുപിടിക്കാനും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, എന്തായാലും നീമോ മോന് വേണ്ടി ഞാൻ ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് മുകളിലേക്ക് പോവുകയും ഇതിനിടയിൽ മുകളിൽ ആരോ സംസാരിക്കുന്നത് പോലെ ഒരു അനൗൺസ്മെന്റ് നടക്കുന്നതായി കേൾക്കുകയും അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ അങ്ങോട്ട് ചെന്ന് മുകളിൽ നോക്കുമെങ്കിലും എങ്ങും ആരെയും കാണുന്നില്ല. എന്നാൽ എവിടെ നിന്നോ ആരുടെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് മാർലിൻ നീമോയും വന്ന് നീ ഇവിടെ എന്തെടുക്കുവാന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആരോ ഉണ്ട് അവർ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഒരാൾ വന്ന് അവളെ പിടിച്ചങ്ങ് എടുക്കുകയും മറ്റവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവർ അതിനെ പിടിച്ച് ഒരു ബക്കറ്റിനുള്ളിൽ അടച്ച് കൊണ്ടുപോയി കളയുന്നു. മറ്റവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ അവരിപ്പോൾ ഉള്ളത് കടൽ ജീവികളെ പറ്റി ഗവേഷണം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്താണ്. അവിടുത്തെ അനൗൺസ്മെന്റ്
ഇൻസിഡന്റ് ആണ് അവൾ കേട്ടത്. അവളെ അവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നീട് അവൾ ഒരു അക്വേറിയത്തിലേക്ക് ചെന്ന് വീണിരിക്കുകയാണ്. നോക്കുമ്പോൾ അപ്പുറത്തൊക്കെ അതുപോലെ മീനുകളെ പൂട്ടിയിട്ടിട്ടുണ്ട്. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു വല വെച്ച് അവളെ പിടിക്കുകയും അവളുടെ ചിറകിലേക്ക് ഒരു ടാഗ് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം അവർ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഒളിഞ്ഞിരുന്ന ഒരു ഒക്ടോപ്പസ് പുറത്തേക്ക് ചാടുകയും അത് അവിടെ നിന്ന് നീങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിനാണെങ്കിൽ നിറം മാറാനുള്ള കഴിവുണ്ട്. അങ്ങനെ ആരും കാണാതെ അത് ലൈറ്റ് ഓഫ് ചെയ്യുകയും ശേഷം ഡോറിയുടെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിക്കുകയും എന്റെ പേര് ഹാങ്ക്, നീ ക്ലീവ്ലാൻഡ് അക്വേറിയത്തിൽ പോകാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അക്വേറിയത്തിലോ, എനിക്ക് എന്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും കടലിൽ പോകണം, ജ്വൽ ഓഫ് മോറോബെ കാലിഫോർണിയയിലാണ് എനിക്ക് പോകേണ്ടതെന്നൊക്കെ അവൾ പറയുമ്പോൾ അതാണ് ഈ സ്ഥലം, ഇവിടെ നിനക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം, അവരിവിടെ എവിടെയോ ഉണ്ട് എന്നൊക്കെ അവൾ പറയുമ്പോൾ ശരി അതിന് ഞാൻ സഹായിക്കാം, പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള മീനുകളെയൊക്കെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി കഴിഞ്ഞ് കടലിലേക്ക് വിടാറാണ് പതിവ്. പക്ഷേ നിന്നെ കടലിലേക്ക് വിടത്തില്ല. അതുകൊണ്ടാണ് നിന്റെ ദേഹത്ത് ഈ ടാഗ് അടിച്ചിരിക്കുന്നത്. നിന്നെ എന്നേക്കുമായിട്ട് ക്ലീവ്ലാൻഡിലുള്ള അക്വേറിയത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ അവൻ പറയുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെ പോണ്ടെന്നൊക്കെ അവൾ പറയുകയും അതിനൊരു കാര്യം ചെയ്യാം, എനിക്ക് കടലൊട്ടും ഇഷ്ടമല്ല, ശാന്തമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചാൽ മതി, അതുകൊണ്ട് എനിക്ക് ക്ലീവ്ലാൻഡിലേക്ക് പോകുന്നതാണ് ഇഷ്ടം. ഒരു കാര്യം ചെയ്യും, നിന്റെ ടാഗ് എനിക്ക് തരണം, ആ ടാഗ് ഉണ്ടെങ്കിൽ എന്നെ അവര് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളുമെന്ന് അവൻ പറയുമ്പോൾ ശരി അത് ഞാൻ ചെയ്യാം, പക്ഷേ എന്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കാൻ നീ എന്നെ സഹായിക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടാഗ് തരാം. അതുപോലെ എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉണ്ട്, ഞാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നും പോകും എന്ന് അവൾ പറയുമ്പോൾ ശരി ഇവിടെ ഒരു മാപ്പ് ഉണ്ട്, അത് നോക്കി നിന്റെ അമ്മയും അച്ഛനും എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം, അതിനുശേഷം എനിക്ക് ആ ടാഗ് തന്നോണമെന്ന് പറഞ്ഞ് അവൻ ഒരു ചായപാത്രത്തിൽ അവളെ തൂക്കിയെടുക്കുകയും ശേഷം ആരും അറിയാതെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ദേ അവിടെ ഒരു മാപ്പ് ഉണ്ട്, അതിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് ആരും കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പോകുന്ന വഴിയിൽ ഒരാൾ അവിടെ ഇരിക്കുന്നത് കണ്ട് അയാൾ അറിയാതെ നൈസിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ മാപ്പിലേക്ക് അവളെ കാണിക്കുകയും പെട്ടെന്ന് നോക്കി അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൾ നോക്കിയിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാൽ അപ്പോഴേക്കും അയാൾ അവരിരുന്ന സ്ഥലത്തേക്ക് തിരിയുന്നു. എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. യഥാർത്ഥത്തിൽ അവനൊരു ചെടി പോലെ അതിന്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ വീണ്ടും പെട്ടെന്നൊന്ന് കണ്ടുപിടിക്കുക, ഒരുപാട് നേരം ഇവിടെ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഷെല്ലിന്റെ പടം കണ്ട് അവൾക്ക് കുട്ടിക്കാലം ഓർമ്മ വരികയും അന്ന് അമ്മയും അച്ഛനും അവൾക്ക് വേണ്ടി തങ്ങളുടെ വീടിന്റെ മുന്നിൽ ഷെല്ല് വിരിക്കുന്നതും മോൾക്ക് വഴിതെറ്റി പോയാൽ ഈ ഷെല്ലുകൾ നോക്കി നോക്കി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നത് അവൾ ഓർക്കുന്നു. യഥാർത്ഥത്തിൽ അവൾ അന്ന് ഏതോ അക്വേറിയത്തിൽ തന്നെയാണ് കിടന്നിരുന്നത്. എന്റെ വീട്ടിൽ കുറച്ച് ചിപ്പികളുണ്ട്, അത് നോക്കി പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഒട്ടുമിക്ക അക്വേറിയത്തിലും ചിപ്പികളുണ്ട്, അതൊന്നും നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അതുവഴി ആള് വരികയും ഇതോടെ അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലിറങ്ങുമ്പോൾ അവരും അവിടേക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെ അവർ താഴേക്ക് വന്ന് കയ്യിലിരുന്ന പാത്രം അവിടെ വെച്ചിട്ട് പോവുകയും അതിന്റെ തൊട്ട് മുകളിലായി തന്നെ ഫ്രാങ്കും ഡോറിയും ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതിനിടെ അവൾ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ബക്കറ്റിൽ ഡെസ്റ്റിനി എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബക്കറ്റ് ആയിരിക്കും എന്റെ വിധി തീരുമാനിക്കുന്നത്, എങ്കിൽ നമുക്ക് ഇതിലേക്ക് ചാടിയാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട പണി കിട്ടുമെന്നൊക്കെ അവൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്തായാലും അതിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവൾ എടുത്ത് നേരെ ബക്കറ്റിലേക്ക് ചാടുന്നു. നോക്കുമ്പോൾ അതിലെല്ലാം മീനുകൾ ചത്ത് കിടക്കുകയാണ്. ഓ നിങ്ങൾ ചത്തതുപോലെ അഭിനയിക്കുവാണോ, എങ്കിൽ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ കിടക്കുകയും ഇതോടെ മറ്റവർ ആ ബക്കറ്റ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഓ എനിക്ക് കുറെ നേരം ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളൊക്കെ എങ്ങനെയാ ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ അവൾ അതിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ കൊണ്ടുപോകുന്നതിനോടൊപ്പം എങ്ങനെയെങ്കിലും പാഞ്ഞ് ഫ്രാങ്ക് അതിന്റെ കൂടെ ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവർ ഡോറടച്ച് പുറത്തേക്ക് പോയി കളയുന്നു. അപ്പോഴേക്കും അവർ യഥാർത്ഥത്തിൽ ചത്തവരാണെന്ന് മനസ്സിലാവുകയും ഉടൻ അവളെ തൂക്കിയെടുത്ത് ഒരു കുളത്തിലേക്ക് ഇടുകയും ചെയ്യുന്നു. അവൾ നോക്കുമ്പോൾ കുറെ ആളുകൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ കുട്ടികൾക്ക് ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് വലിയ ഒരു സ്രാവിനെയാണ്. പക്ഷേ അവൾക്ക് കാഴ്ചക്കുറവാണ്, അതുകൊണ്ട് മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു സ്രാവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ സ്രാവിന് ഇട്ടുകൊടുത്ത തീറ്റയായിരുന്നു അവളും. ഉടൻ ആ സ്രാവ് ഡോറി തിന്നാനായി അടുത്തേക്ക് വരികയും അവൾ മാറിക്കളയുകയും ചെയ്യുന്നു. അതിനാണെങ്കിൽ നല്ലപോലെ കണ്ണ് കാണാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ ഡോറി കൂടെ ചെന്ന് എന്നെ ഒന്ന് സഹായിക്കാമോ, എന്റെ അമ്മയും അച്ഛനെയും എനിക്ക് നഷ്ടപ്പെട്ടു, അവരെ ഒന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നിന്നെ നല്ലപോലെ കാണാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് നേരെ ചെന്ന് അവിടുത്തെ ഭിത്തിയിലിരിക്കുന്നു. എനിക്ക് കാഴ്ചക്കുറവുള്ളതുകൊണ്ട് നന്നായി നീന്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാൻ കണ്ടിട്ടുള്ള മീനുകൾ വെച്ച് നീ നല്ലതുപോലെ തന്നെയാണ് നീന്തുന്നതെന്ന് പറയുകയും ഈ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, നിന്റെ പേര് ഡോറി എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഡോറി തന്നെയാണല്ലോ എന്ന് പറയുകയും ആണോ എടി ഇത് ഞാനാ ഡെസ്റ്റിനി, നമ്മൾ പണ്ട് നല്ല സുഹൃത്തുക്കളായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്കതൊന്നും ഓർമ്മയില്ല, ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉള്ളതാണെന്നൊക്കെ അവൾ പറയുമ്പോൾ നമ്മൾ പരസ്പരം ഒരു പൈപ്പിലൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ നല്ല കമ്പനിയായിരുന്നു, നല്ല കൂട്ടുകാരായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്റെ അമ്മയും അച്ഛനെയും കണ്ടെത്താൻ സഹായിക്കാമോ, എന്റെ വീട് എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുകയും അറിയാം നിന്റെ വീട് ഇവിടെയുള്ള ഓപ്പൺ ഓഷ്യൻ എക്സിബിറ്റ് എന്ന് പറയുന്ന ഒരു അക്വേറിയത്തിലാണെന്നൊക്കെ പറയുകയും അങ്ങനെയെങ്കിൽ എന്റെ അമ്മയും അച്ഛനും അവിടെ ഉണ്ടാവും, എന്നെ അവിടെ ഒന്ന് എത്തിക്കാമോ എന്നൊക്കെ അവൾ ചോദിക്കുകയും എനിക്കങ്ങനെ എല്ലായിടത്തും നീന്താനൊന്നും കഴിയില്ല, ഇവിടം വിട്ട് പോകാനേ പറ്റില്ലെന്ന് അവൾ പറയുന്നതിനിടെ അവളുടെ അയൽവാസിയായ ബെയിലി അവിടേക്ക് വരികയും നീ ആരോടാ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്നതിനിടെ ഡോറിയെ കാണുകയും ചെയ്യുന്നു. എനിക്ക് തീരെ സുഖമില്ല,
പ്രശ്നമില്ല, നിങ്ങൾ ഇത്തിരി സംസാരിക്കാതിരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്കെന്താ പ്രശ്നമെന്ന് അവൾ ചോദിക്കുകയും എന്റെ എക്കോ ലൊക്കേഷൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ല, ചില സമയത്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതിന്റെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ അവൻ പറയുമ്പോൾ എക്കോ ലൊക്കേഷനോ അതെന്താണെന്ന് ഡോറി ചോദിക്കുകയും ഇവന്റെ വിഭാഗത്തിലുള്ള മത്സ്യങ്ങൾക്ക് തലയിൽ നിന്ന് വരുന്ന എക്കോയിലൂടെ ദൂരെയുള്ള വസ്തുക്കളും സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഹാങ്ക് അവിടേക്ക് വരികയും നമ്മൾ തമ്മിലൊരു ഡീല് ബാക്കിയുണ്ട്, ഞാൻ നിനക്ക് മാപ്പ് ഒക്കെ കാണിച്ചു തന്നു, ഇനി എനിക്ക് ആ ടാഗ് തരാൻ പറയുമ്പോൾ എന്റെ അമ്മയും അച്ഛനും എവിടെയാണെന്ന് പിടികിട്ടി, ഓപ്പൺ ഓഷ്യനിലാണ്, അത് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയാം, പക്ഷെ ഞാനത് പറഞ്ഞു തരില്ലെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പൺ ഓഷ്യനിൽ പോവാൻ ഈ പൈപ്പ് വഴി പോയാൽ മതിയെന്നൊക്കെ ഡെസ്റ്റിനി പറഞ്ഞു കൊടുക്കുകയും ആഹാ എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം, നീ എന്റെ കൂടെ വാ, അത് കഴിഞ്ഞ് ഞാൻ ടാഗ് തരാമെന്ന് പറയുമ്പോൾ ഇതിലൂടെ ഒന്ന് എനിക്ക് പോകാൻ പറ്റില്ല, നീ ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറയുകയും അയ്യോ അങ്ങനെ ഒറ്റയ്ക്ക് പോയാൽ ഞാൻ വഴി മറന്നു പോകും, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, നീ എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എന്റെ സൈസ് കണ്ടില്ലേ, എനിക്ക് എന്തായാലും അതിലൂടെ കയറി വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ഡോറിക്ക് കുട്ടിക്കാലം ഓർമ്മ വരികയും അവളൊരു ചിപ്പി എടുക്കാൻ നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ അമ്മയും അച്ഛനും വന്ന് മോക്കത് എടുക്കാൻ പറ്റുന്നില്ലേ, കുഴപ്പമില്ല അച്ഛൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവർ അതെടുത്ത് അവളെയും ഇരുത്തി കൊണ്ടുപോവുകയും ഒരു കാര്യം നടക്കുന്നില്ലെന്ന് വെച്ച് വിഷമിക്കരുത്, ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞതൊക്കെ അവൾ ഓർക്കുകയും ഈ വഴി പറ്റില്ലെങ്കിൽ മറ്റൊരു വഴി കാണുമെന്ന് പറഞ്ഞ് അവർ നേരെ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ദേ നിനക്ക് പോകേണ്ട ഓപ്പൺ ഓഷ്യൻ ബെയിലിയുടെ തല പോലെ കാണുന്ന ആ കെട്ടിടമാണ്, അവിടെയാണ് നിനക്ക് പോവേണ്ടതെന്ന് പറയുകയും എങ്കിൽ മറ്റേതെങ്കിലും വഴി പോകാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോകുന്നു. ഈ സമയം മാർലിനും നീമോയും അവൾ എങ്ങോട്ട് പോയെന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാണ്. ഞാൻ അവളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് അവൾ പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പൊങ്ങി നോക്കുമ്പോൾ അവിടെ രണ്ടുപേർ കിടന്ന് എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം, പക്ഷെ സൂക്ഷിക്കണം, വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല, ചിലപ്പോൾ നമ്മളെ പിടിച്ച് തിന്നുകളയും, നീ എന്റെ പിറകിൽ നിന്നാ മതി എന്ന് പറഞ്ഞ് ഇത് എവിടെയാണ് സ്ഥലം, ഞങ്ങളുടെ കൂടെയുള്ള ഒരു മീനിനെ കാണാതാ എന്നൊക്കെ പറയുമ്പോൾ ഓഹോ അങ്ങനെയാണെങ്കിൽ ആ മീൻ സുഖമായി തന്നെ ഇരിപ്പുണ്ട്, കാരണം ഇത് പൊരിച്ചു തിന്നുന്ന ഹോട്ടലൊന്നും അല്ല, ജീവികളെയൊക്കെ പിടിച്ച് അസുഖമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വിടുന്ന സ്ഥലമാണ്, ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല, നമ്മളെയും അതുപോലെ പിടിച്ചു വെച്ചതാണെന്ന് അവർ പറയുമ്പോൾ അവർക്ക് ആശ്വാസമാവുന്നു. ഞങ്ങൾക്ക് ഈ കെട്ടിടത്തിന്റെയൊക്കെ ഉള്ളിലെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ, കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയുകയും അല്പസമയത്തിനുള്ളിൽ കുറച്ച് പക്ഷികൾ അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. അവിടേക്ക് പോകണമെങ്കിൽ ദേ ആ ബെക്കിയോട് പറഞ്ഞാൽ മതി, അവള് കൊണ്ടുപോകുമെന്ന് പറയുകയും അയ്യോ പറന്നു പോകാനൊന്നും പറ്റില്ല, അങ്ങോട്ട് നീന്തി പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കാണാതായ ആ ഫ്രണ്ട് ദേ ആ കാണുന്ന ക്വാറന്റീനിലായിരിക്കും, അവിടേക്ക് പറന്നു പോവുകയല്ലാതെ വേറെ ഒരു വഴിയില്ലെന്നൊക്കെ പറയുകയും ഇതിനിടെ ആ ബെക്കി അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് സ്നേഹം കാണിച്ച് കൊത്തി കൊത്തി നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ അവൻ അവളുടെ നേർക്ക് തിരിഞ്ഞ് ഞങ്ങളെ ഒന്ന് ആ ക്വാറന്റീനിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ അവരുടെ ഭാഷയിൽ ചോദിക്കുമ്പോൾ അതിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു, എന്നാൽ എങ്ങനെ കൊണ്ടുപോകണമെന്നറിയില്ല. നമുക്ക് പോകാൻ എന്തെങ്കിലും സാധനം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ വിളിച്ച് നിന്റെ ആ ബക്കറ്റ് ഒന്ന് തരുമോ, ഇപ്പൊ തരാമെന്നൊക്കെ പറഞ്ഞ് അതിന്റെ കയ്യിലുള്ള ബക്കറ്റ് അവർ എങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ചെടുക്കുകയും ശേഷം ആവശ്യം കഴിഞ്ഞ ഉടനെ അതിനെ അവിടുന്ന് ചാടിച്ചു വിടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ബക്കറ്റിൽ ഇരുത്തി ബെക്കി അവരെയും കൊണ്ട് അവിടുന്ന് പറന്നു പോയിരിക്കുകയാണ്. അതിനാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്ന് പോലും കൃത്യമായി കാണാൻ പറ്റാതെ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് പോകുന്നത്. അവർക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ഈ സമയം ഡോറിയും ഹാങ്കും കൂടി കുഞ്ഞുങ്ങളുടെ ട്രോളിയിലിരുന്ന് ഓപ്പൺ ഓഷ്യനിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള ബോർഡുകളൊക്കെ വായിച്ച് ആളുകളുടെ ഇടയിലൂടെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അവിടെ നിന്ന് ഒരു കുട്ടിയെ തട്ടുകയും ഡോറി തറയിൽ വീഴുന്നതോടെ അവിടെ നിന്ന ആളുകൾ അവളെ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ട്രോളിയിൽ ഒരു കുഞ്ഞ് ഇരിക്കുകയാണ്. അതോടെ അവർ ഡോറിയെ അവിടെ തന്നെ വെച്ചിട്ട് പോയിക്കളയുന്നു. ഇതോടെ അവർ വീണ്ടും അവിടെ നിന്നും പോകുന്നു. എന്നാൽ അതുവഴി തന്നെ മാർലിനും നീമോയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ തറയിൽ പോപ്കോൺ കിടക്കുന്നത് കണ്ട് ആ പക്ഷി നേരെ താഴെയുള്ള ഒരു മരക്കൊമ്പിൽ അവരെ ഇട്ട ശേഷം നേരെ പറന്നു ചെന്ന് പോപ്കോൺ തിന്നുകൊണ്ടിരിക്കുകയാണ്. ബെക്കി അവിടെ പോയി ഇരിക്കല്ലേ, നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ അവർ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അത് ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതോടെ അവർ എങ്ങനെയെങ്കിലും അവളുടെ അടുത്തെത്താൻ വേണ്ടി ആ ബക്കറ്റിൽ നിന്ന് മുന്നോട്ട് നിരങ്ങി നീങ്ങുകയും അങ്ങനെ ചില്ലയുടെ അറ്റത്ത് ചെന്ന് ബെക്കി നമ്മൾ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവർ മുകളിലേക്ക് തെറിച്ച് നേരെ ചെന്ന് മറ്റൊരു അക്വേറിയത്തിലേക്ക് വീഴുന്നു. ഒരു കടയുടെ മുന്നിലുള്ള അക്വേറിയത്തിലാണ് അവർ വീണിരിക്കുന്നത്. ഈ സമയം കൊണ്ട് ബെക്കി ആണെങ്കിൽ നേരെ ചെന്ന് ആ ബക്കറ്റ് എടുത്ത് പറന്നു ചെന്ന് ക്വാറന്റീന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഈ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹാങ്കിന് ഡോറിയാണ് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോകുന്നത് എന്തിനാണെന്ന് അവൾ അവിടെ വെച്ച് മറന്നു പോവുകയും ഇതിനിടെ ലോകത്തിലെ പവർഫുൾ ആയിട്ടുള്ള കണ്ണാടി എന്ന ഒരു ബോർഡ് അവിടെ കണ്ട് നേരെ ഇടത്തോട്ട് പോട്ടെ എന്ന് പറയുകയും ഇത് കേട്ട് ഹാങ്ക് അങ്ങോട്ട് വണ്ടി ഓടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് പോകേണ്ടത് മറ്റൊരു വഴിയിലൂടെയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഓപ്പൺ ഓഷ്യൻ എത്താറായോ എന്ന് ഹാങ്ക് വിളിച്ചു ചോദിക്കുമ്പോൾ എവിടെ എത്തുന്ന കാര്യമാണ് നീ ചോദിച്ചെന്ന് അവൾ ചോദിക്കുകയും ഓപ്പൺ ഓഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടല്ലല്ലോ പോകുന്നതെന്ന് അവൾ പറയുന്നത് കേട്ട് ദേഷ്യം വന്ന് അവൻ അപ്പോൾ തന്നെ അവളെയും കൊണ്ട് നേരെ ആരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് കയറി ഒളിക്കുകയും നീ എന്റെ സമയം മുഴുവൻ നഷ്ടപ്പെടുത്തും, എനിക്കിനി നിന്നോടൊപ്പം വരാൻ കഴിയില്ല, വെറുതെ അല്ല നിന്നെ നിന്റെ കുടുംബം കളഞ്ഞിട്ട് പോയത്, ആ ടാഗ് എടുക്ക് എന്നൊക്കെ പറയുന്നത് കേട്ട് 3 ഹൃദയം ഉണ്ടായിട്ടും നിനക്ക് ഒരു സ്നേഹവും ഇല്ലല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ 3 ഹൃദയമോ എന്ന് അവൻ ചോദിക്കുകയും
അതെ, നീരാളിക്ക് 3 ഹൃദയങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവരുടെ ട്രോളി അവിടെ നിന്ന് പതിയെ ഉരുണ്ട് താഴേക്ക് ഇറങ്ങി പോവുകയും ഇതോടെ അവർ ഉരുണ്ടുരുണ്ട് നേരെ കുട്ടികൾ കളിക്കുന്ന ഒരു സെക്ഷനിലേക്ക് ചെന്ന് അവിടെയുള്ള മീനുകൾ കിടക്കുന്ന വലിയൊരു അക്വേറിയത്തിലേക്ക് ചെന്നങ്ങ് വീഴുന്നു. ഇതോടെ കുപ്പിയിൽ നിന്ന് പുറത്തിറങ്ങി ഹാങ്ക് എവിടെയാണെന്ന് അവൾ നോക്കുമെങ്കിലും അവനെ അവിടെ എങ്ങും കാണുന്നില്ല. ഹാങ്കിനെ എവിടെയെങ്കിലും കണ്ടോന്നൊക്കെ അവിടെയുള്ള ജീവിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഒരു കൈ വന്ന് അതിനെ പിടിച്ചുകൊണ്ടു പോവുകയും നോക്കുമ്പോൾ അടുത്ത കൈകൾ അവിടേക്ക് വരുന്നത് കണ്ട് ഇവിടെ ആകെ പ്രശ്നമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവിടെ മുഴുവൻ കൈകൾ വന്ന് ഓരോ ജീവികളെയും പിടിച്ച് വലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാങ്കിനെ എവിടെയെങ്കിലും കണ്ടോന്ന് എല്ലാവരോടും ചോദിച്ച് അവളാണെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ ആകെ പേടിച്ച് അവിടെ നിന്ന് പാഞ്ഞു പോകുന്നു. യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കുട്ടികൾ ആ അക്വേറിയത്തിൽ കൈയിട്ട് മീനുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവൾ ഒരിടത്ത് വെച്ച് ഹാങ്കിനെ കാണുകയും അവർ രണ്ടുപേരും കൂടി ഒരിടത്ത് ഒളിച്ചു ചെന്ന് എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഇനി പ്ലാനൊന്നും ചെയ്യണ്ട, ഇവിടെ വെച്ച് തന്നെ നമ്മൾ തീരുമെന്ന് അവൻ പറയുകയും ഇതിനിടെ പെട്ടെന്ന് അവൾക്ക് അമ്മയുടെയും അച്ഛന്റെയും കൂടെ നിന്നപ്പോഴുള്ള കാര്യം ഓർമ്മ വരികയും ചെയ്യുന്നു. മോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആപത്തിൽ പെടുകയാണെങ്കിൽ പേടിച്ച് നിൽക്കരുത്, നീന്തിക്കൊണ്ടേയിരിക്കണം. നിർത്താതെ നീന്തിക്കൊണ്ടേയിരുന്നാൽ ഏത് പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാമെന്നൊക്കെ അവർ പറയുന്നത് അവൾ ഓർക്കുകയും പ്രശ്നം വരുമ്പോൾ നീന്തിക്കൊണ്ടേയിരിക്കണമെന്നാണ് എന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് വാ നമുക്ക് മുന്നോട്ട് നീന്തിക്കൊണ്ടേയിരിക്കാമെന്ന് പറയുമ്പോൾ നിനക്കെന്താ വട്ടായോ, ഇതിന്റെ ഇടയിൽ നീന്താൻ പോയിക്കൊടുത്താ നമ്മുടെ കഥ തീർന്നത് തന്നെ എന്നൊക്കെ പറയുമെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെ അവനെയും വലിച്ച് അവിടെ നിന്ന് മുന്നോട്ട് ആഞ്ഞ് നീന്താൻ തുടങ്ങുകയും എല്ലാത്തിന്റെയും ഇടയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു കുട്ടി വന്ന് ഹാങ്കിനെ തൊടുകയും ഇതോടെ അവൻ മഷി ചാടിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് കുട്ടികളെല്ലാരും പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവർ പൊങ്ങി നോക്കുമ്പോൾ ഒരുത്തന്റെയും ശല്യമില്ല. ഇതോടെ ഡോറി അവന്റെ അടുത്ത് വന്ന് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, നമ്മൾ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് അവൾ പറയുമ്പോൾ നിന്റെ ഐഡിയ എന്തായാലും വർക്കായി, പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്, നമ്മൾ തേടി വന്ന സ്ഥലം ദേ അതാണ്, നിന്റെ അമ്മയും അച്ഛനും ഉള്ള സ്ഥലമെന്ന് പറയുന്നത് കേട്ട് അവൾ നോക്കുമ്പോൾ ഓപ്പൺ ഓഷൻ തങ്ങളുടെ മുന്നിലായിട്ടാണ് ഉള്ളത്. അതായിരുന്നു എന്റെ വീട്, അവിടെയാണ് ഞാനും അമ്മയും അച്ഛനും ജീവിച്ചിരുന്നതെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നീമോയും മാർലിനും മറ്റേ അക്വേറിയത്തിലാണ്. അവർ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന പക്ഷിയെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ ഇനി വരില്ല, നമുക്ക് ഡോറിയെ കണ്ടെത്താനും കഴിയില്ലെന്ന് പറഞ്ഞ് നീമോ പിണങ്ങി മാറി അങ്ങ് നിൽക്കുകയും നീ പറഞ്ഞത് ശരിയാണ്, അവളെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്കും തോന്നുന്നില്ല, കാരണം അവളെ കൊണ്ട് ഒന്നിനും കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടതാണ് ഞാൻ, അത് കാരണം അവൾ വിഷമിച്ചാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ലച്ചാ, ഡോറി അതൊക്കെ മറന്നിട്ടുണ്ടാവും, നമ്മളാണ് ഇങ്ങനെ ഓരോന്ന് പേടിച്ച് നിൽക്കുന്നത്, ഡോറി ആയിരുന്നു നമ്മുടെ സ്ഥാനത്തെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്തേനെ, നമ്മളും അതുപോലെ ആവണം, ഇവിടുന്ന് പുറത്തു കിടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുമെന്ന് പറഞ്ഞ് അവർ നോക്കുമ്പോൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടം കാണുകയും അതുപയോഗിച്ച് നമുക്ക് ആ അക്വേറിയത്തിൽ എത്താമെന്ന് പറഞ്ഞ് അവർ രണ്ടും കൽപ്പിച്ച് അതുവഴി പോയ വണ്ടിയിൽ എടുത്ത് ചാടി നേരെ ചെന്ന് വെള്ളച്ചാട്ടത്തിൽ തുള്ളി തുള്ളി പോവുകയും എന്നാൽ ഒരിടത്ത് വെച്ച് മറിഞ്ഞു വീഴുമ്പോൾ എങ്ങനെയെങ്കിലും അടുത്ത വെള്ളച്ചാട്ടത്തിൽ എത്താൻ ചാടി ചെന്ന് തെറിച്ചു പോയി നേരെ അപ്പുറത്തുള്ള അക്വേറിയത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ സമയം മറ്റവരാണെങ്കിൽ അതുവഴി കയറി ഓപ്പൺ ഓഷൻ എന്ന അക്വേറിയത്തിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും കുറെ പാടുപെട്ട് ഹാങ്ക് ഒടുവിൽ ആ അക്വേറിയത്തിന്റെ ഏറ്റവും മുകളിൽ എത്തുകയും ശരി നിന്നെ ഞാൻ തുറന്നു വിടാൻ പോവുകയാണ്, ഇതാണ് നീ ജീവിച്ചിരുന്ന ഓപ്പൺ ഓഷൻ എന്ന അക്വേറിയം, നിന്റെ അമ്മയും അച്ഛനും ഇവിടെ ഉണ്ടാവും, നമ്മൾ തമ്മിലുള്ള യാത്ര കഴിഞ്ഞു, ഇനി ആ ടാഗ് ഇഞ്ഞു തരാൻ അവൻ പറയുമ്പോൾ അവൾ അത് ഊരി കൊടുക്കുകയും നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന് അവൾ പറയുകയും ചെയ്തു. എന്തായാലും ഞാൻ 3 ഹൃദയങ്ങൾ ഉള്ളവനാണെന്ന് നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, എനിക്ക് എന്തായാലും നിന്നെയും മറക്കാൻ കഴിയില്ല, അത്രത്തോളം ഓർമ്മകൾ നീ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയും ശേഷം അവൻ അവളെ ആ വെള്ളത്തിലേക്ക് തുറന്നു വിടുകയും ചെയ്യും. അവൾ നോക്കുമ്പോൾ ഒരുപാട് മീനുകളുള്ള വലിയ ഒരു അക്വേറിയമാണത്. ഇതോടെ അവൾ അമ്മയെ അച്ഛാന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ നടക്കുമെങ്കിലും ആരും കേൾക്കാത്തത് കൊണ്ട് അതുവഴി പോയ പല മീനുകളോടും അവൾ ചോദിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ അവർക്കാർക്കും അവളുടെ അമ്മയും അച്ഛനെയും അറിയില്ല. ഇതിനിടെ അവൾ നോക്കുമ്പോൾ അവിടെ ഒരു ചിപ്പി കിടക്കുന്നത് കണ്ട് നേരെ അവിടേക്ക് ചെല്ലുകയും നോക്കുമ്പോൾ അവർ പണ്ട് ആ ചിപ്പികൾ വിരിച്ചതും മോൾക്ക് വഴിയറിയില്ലെങ്കിൽ ഈ ചിപ്പികൾ നോക്കി വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞത് ഓർത്ത് നേരെ ആ ചിപ്പികളുടെ പിറകെ പോവുകയും അങ്ങനെ പോയി ഒടുവിൽ അവൾ തന്റെ വീട് കണ്ടെത്തുകയും അച്ഛ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി നേരെ ചെല്ലുമ്പോൾ അവളുടെ വീടും പഴയ ഓർമ്മകളുമൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടെ വീടിന്റെ തൊട്ടപ്പുറത്തായി മറ്റേ ഡെസ്റ്റിനി എന്ന സ്രാവിനോട് സംസാരിച്ച പൈപ്പൊക്കെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അമ്മയും അച്ഛനെയും അവിടെ എങ്ങും അവൾക്ക് കാണാൻ കഴിയുന്നില്ല, അവർ എവിടെ പോയെന്നും മനസ്സിലാവുന്നില്ല. ഇതിനിടെ അവിടെ പർപ്പിൾ നിറമുള്ള ഒരു ചിപ്പി കാണുകയും പെട്ടെന്ന് വീണ്ടും പഴയകാല ഓർമ്മകൾ അവൾക്ക് വരികയും ചെയ്യുന്നു. കുട്ടിയായിരിക്കുന്ന അവൾ നോക്കുമ്പോൾ അവളുടെ കാര്യമോർത്ത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ മോളുടെ ഭാവി ഇനി എന്താവും, ഒറ്റയ്ക്ക് അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ട് കരയല്ലേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുത്തേക്ക് വരുന്നതിനിടെ പർപ്പിൾ കളർ ചിപ്പി അമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ, അമ്മയെ സന്തോഷിപ്പിക്കാൻ അതെടുത്ത് കൊടുക്കാമെന്ന് കരുതി ദൂരെ കിടക്കുന്ന പർപ്പിൾ ചിപ്പിയുടെ അടുത്തേക്ക് അവൾ പോവുകയും എന്നാൽ അത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മോളെ അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് പിറകിലുള്ള അടിയൊഴുക്കിൽ അവൾ പെട്ടുപോവുകയും അതിലൂടെ നേരെ അവിടുത്തെ ഒരു പൈപ്പ് വഴി അവൾ എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അവൾ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെടുത്തിയതെന്ന് ഇതോടെ അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ നേരെ ആ ഒഴുക്ക്
ഒരുക്കം നോക്കി നിൽക്കുന്നതിനിടെ നിന്നെ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോയില്ലേ എന്ന് ചില ജീവികൾ ചോദിക്കുന്നു. അതെന്തിനാ അവിടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള കുറെ മീനുകളെയൊക്കെ പിടിച്ച് ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നാളെ രാവിലത്തെ ട്രക്കിൽ അവരെ എല്ലാവരെയും ക്ലീവ്ലാൻഡിലേക്ക് സ്ഥലം മാറ്റുമെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ എന്റെ അച്ഛനും അമ്മയും അക്കൂട്ടത്തിലുണ്ടാവും. അവർ ഇപ്പോൾ ക്വാറന്റൈനിലല്ലേ, അവരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണമെന്നും ക്വാറന്റൈനിലേക്ക് എങ്ങനെ പോകാമെന്നും ചോദിക്കുമ്പോൾ അവിടേക്ക് ഈ പൈപ്പ് വഴി പോകാമെന്ന് അവർ പറയുകയും അയ്യോ ഇതുവഴി എങ്ങനെയാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ 2 തവണ ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തേക്ക് തിരിഞ്ഞങ്ങ് പോയാൽ മതി എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ എനിക്ക് പറ്റില്ല, എനിക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് ഉള്ളതാണ്, ചിലപ്പോ ഞാൻ വഴിയൊക്കെ മറന്നുപോകും എന്ന് പറയുകയും അത് കുഴപ്പമില്ല 2 തവണ ഇടത്തേക്ക് തിരിഞ്ഞിട്ട് പിന്നെ വലത്തേക്ക് തിരിഞ്ഞാൽ മതി, വളരെ സിമ്പിൾ ആണെന്നൊക്കെ അവർ പറയുകയും ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നതോടെ ഡോറി പിന്നെ ഒന്നും ചിന്തിക്കാതെ രണ്ടും കൽപ്പിച്ച് നേരെ ആ പൈപ്പിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അങ്ങനെ നേരെ ചെന്ന് അവൾ ആദ്യം ഇടത്തേക്ക് തിരിയുകയും പിന്നെ വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ ശേഷം നോക്കുമ്പോൾ അവൾക്കൊരു കൺഫ്യൂഷൻ വരികയും ഞാനിപ്പോ 2 തവണ തിരിഞ്ഞോ, ആദ്യത്തെ തവണ എങ്ങോട്ടായിരുന്നു തിരിഞ്ഞതെന്ന് അറിയില്ലല്ലോ, ഇനി എങ്ങോട്ടാ തിരിയേണ്ടതെന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറയുകയും പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നതോടെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തിരിച്ച് പുറത്തു കടക്കാൻ വേണ്ടി അവൾ വളരെ വേഗത്തിൽ പോയി നോക്കുമെങ്കിലും ഇപ്പോ മൊത്തത്തിൽ അവൾ വഴിതെറ്റി പെട്ടുപോയിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൾക്ക് യാതൊരു പിടുത്തവുമില്ല. വന്ന വഴി പുറത്തേക്ക് ഇറങ്ങാനും കഴിയുന്നില്ല. ഇതോടെ അവൾ അവിടെ നിന്ന് ഉറക്കെ അലറി വിളിക്കുകയും ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുകയായിരുന്ന ഡെസ്റ്റിനി എന്ന സ്രാവ് പൈപ്പ് വഴി ഈ സൗണ്ട് കേൾക്കുകയും ഡോറി നീയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിവിടെ പൈപ്പിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, എങ്ങോട്ടാ പോവേണ്ടെന്ന് അറിയില്ലെന്നൊക്കെ പറയുമ്പോൾ ബെയ്ലി നീ ഇപ്പോ സഹായിച്ചേ പറ്റുള്ളൂ, നിന്റെ എക്കോ ലൊക്കേഷൻ ഉപയോഗിക്കുക, അവളിപ്പോ എവിടെയാണെന്ന് നോക്കി വഴി ഒന്ന് പറഞ്ഞു തരാൻ പറയുകയും ഇപ്പൊ എനിക്കത് എടുക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പോൾ നീ എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ അവൾ നിർബന്ധം പിടിക്കുകയും ഇതോടെ അവൻ തന്റെ എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് വേവ്സ് മുന്നോട്ട് വിടുകയും അങ്ങനെ നേരെ അവന്റെ ആ കഴിവ് വെച്ച് ഡോറി ഉള്ള സ്ഥലം അവൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അവിടെ നിന്ന് അവളോട് ഇടത്തോട്ട് തിരിയാൻ പറയും എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് അതുപോലെ ഡെസ്റ്റിനി വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്ങോട്ടൊക്കെ പോകണമെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവൾ പോവുകയും നിക്ക് മുന്നിൽ എന്തോ കാണുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവൾ പോകുന്നതിന്റെ എതിരെ മറ്റൊരു ജീവി വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ മുന്നോട്ട് പോണ്ട, അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോകാൻ പറയുകയും ഇത് കേട്ട് പേടിച്ച് അവൾ തൊട്ടടുത്ത് കാണുന്ന വഴിയിലൂടെ കയറി പോകുന്നു. എന്നാൽ അവളിപ്പോ പോകുന്നത് ആ വരുന്ന ജീവിയുടെ നേർക്കാണ്. അയ്യോ എല്ലാം തീരാൻ പോകുന്നു, അവൾ അതിന്റെ നേർക്കാണ് പോകുന്നതെന്ന് അവർ വിളിച്ചു പറയുകയും ഇതോടെ ഡോറി ആ ജീവിയുടെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ 2 പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.